അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലേൺ അറബിക് വിത്ത് മിന്ന സലം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിൻ്റെ തജ്വീദ് 8ാമത്തെ പാഠഭാഗമാണ്. പാഠഭാഗത്തിലേക്ക് പോകുന്നതിന് മുമ്പായി ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കുക, കൂട്ടുകാർക്കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. പാഠത്തിലേക്ക് പോകാം. കുറച്ച് നന്നായി ശ്രദ്ധിച്ചിരിക്കണം, എങ്കിൽ മാത്രമേ ഈ പാഠഭാഗം നന്നായി മനസ്സിലാവുകയുള്ളൂ കേട്ടോ. അദ്ദറസുസാമിനു പാഠം 8 അഹ്കാമുർ റാഇൻ്റെ വിധികൾ. റാഇന് തഫ്ഹീം അഥവാ ഘനപ്പിക്കൽ, തർക്കീഖ് അഥവാ നേർമയാക്കൽ എന്നിങ്ങനെ 2 വിധികളുണ്ട്. തഫ്ഹീം ആകുമ്പോൾ നാക്കിൻ്റെ ഗതി മുകളിലേക്കായിരിക്കണം. മലയാളത്തിലെ റായുടെ ശബ്ദം മതിയാവുകയില്ല. റാ എന്ന് പറയുന്നത് കണക്കല്ല, കുറച്ചും കൂടി ഘനപ്പിച്ച് വേണം പറയാൻ. അടുത്തത് തർക്കീഖായിരിക്കുമ്പോൾ നാക്കിൻ്റെ ഗതി താഴോട്ടായിരിക്കണം. മലയാളത്തിലെ രായുടെ ശബ്ദമായിരിക്കരുത്. തഫ്ഹീം ആക്കപ്പെടുന്ന സ്ഥലങ്ങൾ 5 ആകുന്നു. ഏതൊക്കെയാണെന്ന് നോക്കാം. 1. റാഇന് ഫതഹോ ലമ്മോ ആയിരിക്കുക. ഇവിടെ നോക്ക്. ലറബ, റുസിഖ, കറംന, മറു. അടുത്തത് റാഇന് സുക്കൂനും അതിൻ്റെ മുൻപുള്ള അക്ഷരം ഫതഹോ ലമ്മോ ഉള്ളതായിരിക്കുക. ഉദാഹരണം ഖറിയത്തുൻ, കൽ ഉർജൂനി, ദർനി. അടുത്തത് റാ സുക്കൂനുള്ളതും മുൻപുള്ള അക്ഷരത്തിന് പുതുതായി വന്ന കസ്റുമായിരിക്കുക. ഉദാഹരണത്തിന് അമിർതാബു, ഇനിർതബത്തും, ലിമനിർത്തല, ഇർജിഇ. മനസ്സിലായോ? അടുത്തത് റാഇന് സുക്കൂനും മുൻപുള്ള അക്ഷരത്തിന് അസ്ലിയായ കസ്റുമായതോടുകൂടി റാഇന് ശേഷം ഇസ്തിഅലാഇൻ്റെ അക്ഷരമായിരിക്കുക. ഇസ്തിഅലാഇൻ്റെ അക്ഷരങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ് ഇസ്തിഅലാഇൻ്റെ അക്ഷരങ്ങൾ? ഖാ, സ്വാദ്, ളദ്, ഐന്, ത്വ, ഖഫ്, ള. ഇത് ഇത്രയുമാണ് ഇസ്തിഅലാഇൻ്റെ അക്ഷരങ്ങളല്ലേ. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? റാഇന് സുക്കൂനായിരിക്കണം. റാഇന് സുക്കൂനാണ്. അതിന് മുൻപ് വരുന്ന അക്ഷരത്തിന് അസ്ലിയായ കസ്റുമായിരിക്കണം. കസ്റാണല്ലേ. റാഇന് മുമ്പ് ഖഫ് വന്നു, ഖഫിന് കസ്റാണ്. ഇനി എന്താണ്? ഇസ്തിഅലാഇൻ്റെ അക്ഷരമായിരിക്കണം അടുത്തതായി വരേണ്ടത്. അടുത്തതായി വന്നിരിക്കുന്നത് ഇസ്തിഅലാഇൻ്റെ അക്ഷരമാണല്ലേ, ത്വ. അപ്പോൾ എങ്ങനെ വായിക്കുക? ഖിർത്താസുൻ, ഖിർത്താസുൻ. അപ്പോൾ നമ്മൾ തഫ്ഹീം ചെയ്താണ് ഉച്ചരിക്കുക. മിർസാദുൻ, മിർസാദുൻ, ഫിർഖത്തുൻ, ഫിർഖത്തുൻ. അടുത്തത് റാഇന് മുമ്പ് യാ അല്ലാത്ത മറ്റേതെങ്കിലും അക്ഷരം സുക്കൂനുള്ളതായി വരികയും ആ അക്ഷരത്തിന് മുമ്പ് ഫതഹോ ലമ്മോ ആയിരിക്കുകയും റാഇൽ വഖഫിന് വേണ്ടി സുക്കൂൻ വരികയും ചെയ്യുക. അതായത് റാഇന് മുമ്പ് യാ അല്ലാത്ത മറ്റേതെങ്കിലും അക്ഷരം സുക്കൂനുള്ളതായി വരിക. റാഇന് മുമ്പ് യാ അല്ലാത്ത മറ്റേതെങ്കിലും അക്ഷരം. ഇവിടെ ഏത് അക്ഷരമാണ് വന്നിരിക്കുന്നത്? ദാലാണ് വന്നിരിക്കുന്നത് അല്ലേ. അതിന് സുക്കൂനുണ്ട്, കണ്ടോ. ഇനി അടുത്തത് എന്താണ്? ആ അക്ഷരത്തിന് മുമ്പ് ഫതഹോ ലമ്മോ ആയിരിക്കണം. അതായത് ദാലിന് മുമ്പ് ഫതഹ ആയിരിക്കണം, അല്ലെങ്കിൽ ലമ്മായിരിക്കണം. ഇവിടെ ഫതഹാണ് വന്നിട്ടുള്ളതല്ലേ. അതിനുശേഷം ആ റാ കൊണ്ട് വഖഫ് ചെയ്യുകയും ചെയ്യണം. ആ റാ കഴിഞ്ഞ് പിന്നീട് അക്ഷരമൊന്നുമില്ല അല്ലേ. അപ്പോൾ നോക്കിയേ, റാഇന് മുമ്പുള്ള അക്ഷരത്തിന് സുക്കൂനുണ്ട്, അതിനു മുമ്പുള്ള അക്ഷരത്തിന് ഫതഹോ ലമ്മോ ആയിരിക്കണം. ഇവിടെ ഫതഹോ ഉണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ ഉച്ചരിക്കും? തഫ്ഹീമാക്കി ഉച്ചരിക്കും അല്ലേ. ഫീ ലൈലത്തുൽ ഖദർ, ഫിന്നാഖൂർ, ലഫീ ഖുസ്ർ, വൽ ഫജ്ർ. അപ്പോൾ റ എന്ന സൗണ്ട് തന്നെ, റ എന്ന സൗണ്ട് തന്നെ നമുക്കിവിടെ കിട്ടും. ഇനി റാ തർക്കീഖാക്കപ്പെടുന്ന സ്ഥലങ്ങൾ 4 ആകുന്നു. റാ എന്നതിന് പകരം നമ്മൾ ര എന്ന് ഉച്ചരിക്കപ്പെടേണ്ട അവസ്ഥകൾ. റാഇന് കസ്ർ ഉണ്ടായിരിക്കുകയോ ഇമാലത്ത് ചെയ്യപ്പെടുകയോ ചെയ്യുക. റാഇന് കസ്ർ ഉണ്ടായിരിക്കണം. റാഇന് കസ്ർ വന്നാൽ നമ്മൾ റീ എന്ന് പറയുന്നതിന് പകരം
രി എന്ന് പറയും. രി എന്ന് പറയുന്ന അവസ്ഥയിൽ എത്തും. ഇപ്പം റിജാലൻ എന്ന് പറയുന്നതിന് പകരം നമ്മൾ എന്ത് പറയും? റിജാലൻ എന്ന് പറയും. റിസ്ഖൻ, തജിരി, കരിഹ. ഇനി മറ്റൊരു കാര്യം പറയുന്നുണ്ട്, ഇമാലത്ത് ചെയ്യുക എന്ന്. ഇമാലത്ത് എന്നാൽ ഫതഹിൻ്റെയും കസ്റിൻ്റെയും ഇടയിൽ ഏകാര സ്വരത്തിൽ ഉച്ചരിക്കലാകുന്നു. ആ എന്നുമല്ല, ഈ എന്നുമല്ല, എ എന്ന് ഉച്ചരിക്കുന്ന രീതിയിൽ. മജ്രീഹ, മനസ്സിലായോ? മജ്രാഹ എന്ന് ഉച്ചരിക്കുന്നില്ല, മജ്രീഹ എന്ന് ഉച്ചരിക്കുന്നില്ല, പകരം മജ്രേഹ. അപ്പോൾ രേ എന്നൊരു ഇതാണ് അവിടെ വരുന്നത്, മജ്രേഹ. ഓക്കെ. ഇനി റാ സുക്കൂനുള്ളതും അതിൻ്റെ മുമ്പുള്ള അക്ഷരം അസ്ലിയായ കസ്റുള്ളതും റാഇന് ശേഷം ഇസ്തിഅ്ലാഇൻ്റെ അക്ഷരം ഇല്ലാതിരിക്കുകയും ചെയ്യുക. അതാണ് രണ്ടാമത്തെ നിയമം. റാഇന് സുക്കൂനുണ്ടായിരിക്കണം. റാഇന് സുക്കൂനുണ്ട്. മുൻപുള്ള അക്ഷരം അസ്ലിയായ കസ്റുള്ളതുമായിരിക്കണം. കസ്റും ഉണ്ട്. ശേഷം ഇസ്തിഅ്ലാഇൻ്റെ അക്ഷരം വരാൻ പാടില്ല. ഐന് ഇസ്തിഅ്ലാഇൻ്റെ അക്ഷരമാണോ? അല്ല അല്ലേ? ഐന് ഇസ്തിഅ്ലാഇൻ്റെ അക്ഷരമല്ല. അതുകൊണ്ട് ഇവിടെ എങ്ങനെ ഉച്ചരിക്കുന്നത്? ഫിർഔൻ, ഫിർഔൻ. അടുത്തത് മിരിയ, ഫസ്ബിർ, വസ്തബിർ. മനസ്സിലായോ? ഫിർഔൻ, മിരിയ, ഫസ്ബിർ, വസ്തബിർ. ഓക്കെ. അടുത്ത നോക്കി, റാഇന് മുമ്പുള്ള അക്ഷരം സുക്കൂനുള്ള യാ ആയിരിക്കെ റാഇൽ വഖഫ് ചെയ്യുക. അതായത് റാഇന് മുമ്പുള്ള അക്ഷരം യാ ആണ്. എന്ത് യാ ആണ്? സുക്കൂനുള്ള യാ ആണ്. ഇവിടെ തന്നിട്ടില്ല എന്നേ ഉള്ളൂ. ഇവിടെ സുക്കൂനാണ് വരുന്നത്. സുക്കൂനുള്ള യാ ആണ്. പിന്നെന്താ? റാഇൽ വഖഫ് ചെയ്യുകയും ചെയ്യുന്നു. റാ കൊണ്ട് അവസാനിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പം റ് സൗണ്ടല്ല വരുന്നത്, ഒരു ര് സൗണ്ടാണ് വരുന്നത് കേട്ടോ. അടുത്തത് റാഇന് മുമ്പുള്ള അക്ഷരം യാ അല്ലാത്ത സുക്കൂനുള്ളതോടുകൂടി അതിൻ്റെ മുൻപുള്ള അക്ഷരത്തിന് കസ്റായിരിക്കുകയും റാഇൽ വഖഫ് ചെയ്യുകയും ചെയ്യുക. അതായത് റാഇന് മുമ്പുള്ള അക്ഷരം യാ അല്ലാത്ത സുക്കൂനുള്ളതോടുകൂടി അതിൻ്റെ മുൻപുള്ള അക്ഷരത്തിന് കസ്റായിരിക്കുകയും റാഇൽ വഖഫ് ചെയ്യുകയും ചെയ്യുക. റാഇന് മുമ്പുള്ള അക്ഷരം യാ അല്ലാതിരിക്കുക. യാ ആവാൻ പാടില്ല. അതുമാത്രമല്ല, അതിന് സുക്കൂൻ ഉണ്ടാവുകയും വേണം. അതായത് ഇവിടെ നോക്കിയാൽ റാഇന് മുമ്പുള്ള അക്ഷരം യാ അല്ല, പക്ഷേ സുക്കൂനുണ്ട്. ഹ സുക്കൂൻ. പിന്നെന്താ വേണ്ടത്? അതിനു മുമ്പുള്ള അക്ഷരം കിസ്റായിരിക്കണം. അതിനു മുമ്പുള്ള അക്ഷരം എന്താണ്? കസ്റാണ് ഇവിടെ അല്ലേ? സീനിന് കസ്റാണ് വന്നിരിക്കുന്നത്. അതുമാത്രവുമല്ല, റാ കൊണ്ട് വഖഫ് ചെയ്യുകയുമാണ്. പിന്നീട് ഒരു അക്ഷരം ഇല്ല. അപ്പോൾ എങ്ങനെയാണ്? സിഹ്ർ, ഷിഅർ, ഹിജ്ർ, ദിക്ർ. മനസ്സിലായോ? അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ നമ്മുടെ പാഠഭാഗം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പോയാലോ? റാഇന് തഫ്ഹീം ആക്കേണ്ട സ്ഥലങ്ങൾ എത്ര, ഏതെല്ലാം? റാഇന് തഫ്ഹീം ആക്കപ്പെടേണ്ട സ്ഥലങ്ങൾ 5 എണ്ണമാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. റാഇന് ഫതഹോ ലമ്മോ ആയിരിക്കുക. റാഇന് സുക്കൂനും അതിനു മുൻപുള്ള അക്ഷരം ഫതഹോ ലമ്മോ ഉള്ളതായിരിക്കുക. റാ സുക്കൂനുള്ളതും മുൻപുള്ള അക്ഷരത്തിന് പുതുതായി വന്ന കസ്റുമായിരിക്കുക. റാഇന് സുക്കൂനും മുൻപുള്ള അക്ഷരത്തിന് അസ്ലിയായ കസ്റുമായതോടുകൂടി റാഇന് ശേഷം ഇസ്തിഅ്ലാഇൻ്റെ അക്ഷരമായിരിക്കുക. റാഇന് മുമ്പ് യാ അല്ലാത്ത മറ്റേതെങ്കിലും അക്ഷരം സുക്കൂനുള്ളതായി വരികയും ആ അക്ഷരത്തിന് മുൻപ് ഫതഹോ ലമ്മോ ആയിരിക്കുകയും റാഇൽ വഖഫിന് വേണ്ടി സുക്കൂൻ വരികയും ചെയ്യുക. ഇത്രയും സ്ഥലങ്ങളിലാണ് നമ്മൾ റാഇനെ തഫ്ഹീമാക്കുന്നത്. 2. റാഇനെ തർക്കീഖാക്കേണ്ട സ്ഥലങ്ങൾ എത്ര, ഏതെല്ലാം? റാഇനെ തർക്കീഖാക്കപ്പെടേണ്ട സ്ഥലങ്ങൾ 4 ആകുന്നു. ഏതൊക്കെയാണ്? റാഇന് കസ്റുണ്ടായിരിക്കുകയോ ഇമാലത്ത് ചെയ്യപ്പെടുകയോ ചെയ്യുക. റാ സുക്കൂനുള്ളതും അതിൻ്റെ മുൻപുള്ള അക്ഷരം അസ്ലിയായ കസ്റുള്ളതും റാഇന് ശേഷം ഇസ്തിഅ്ലാഇൻ്റെ അക്ഷരമില്ലാതിരിക്കുകയും ചെയ്യുക. റാഇന് മുമ്പുള്ള അക്ഷരം സുക്കൂനുള്ള യാ ആയിരിക്കുകയും റാഇൽ വഖഫ് ചെയ്യുകയും ചെയ്യുക. റാഇൻ്റെ മുൻപുള്ള അക്ഷരം യാ അല്ലാത്ത സുക്കൂനുള്ളതായതോടുകൂടി അതിൻ്റെ മുൻപുള്ള അക്ഷരത്തിന് കസ്റായിരിക്കുകയും
റായിൽ വഖഫ് ചെയ്യുകയും ചെയ്യുക. ഇത്രയും സ്ഥലങ്ങളിലാണ് നമ്മൾ തർക്കീഖ് ചെയ്യുന്നത്. ഇനി നോക്കൂ, താഴെ പദങ്ങളിൽ റായിന് തഫ്ഖീമാണ്. കാരണം പറയുക. ഉർഫത്തുൻ, എന്തുകൊണ്ടാണ്? റായിന് സുക്കൂനാണ്, പക്ഷേ മുൻപ് വന്ന അക്ഷരത്തിന് ലമ്മാണ്. അതുകൊണ്ട് അവിടെ തഫ്ഖീമായിട്ട് ഉപയോഗിക്കാം. അടുത്തത് റബ്ബന, റായിന് ഫതഹ് വന്നതുകൊണ്ട് നമുക്ക് തഫ്ഖീം ചെയ്യാം. അടുത്തത് മിർസാദ്, റായിന് സുക്കൂനാണെങ്കിലും അതിന് മുൻപുള്ള അക്ഷരത്തിന് അസ്ലിയായ കിസ്റാണ് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ റായിന് ശേഷം വന്നിരിക്കുന്നത് ഇസ്തിഅ്ലാഇൻ്റെ അക്ഷരം കൂടിയാണ്. അതുകൊണ്ടാണ് അവിടെ തഫ്ഹീമായത്. അടുത്തത് വലയാലിൻ അഷ്ർ, അവിടെ എന്തുകൊണ്ടാണ്? റായിന് തൊട്ട് മുമ്പുള്ള അക്ഷരം യാ അല്ലാതിരിക്കുകയും സുക്കൂൻ വരികയും അതിന് തൊട്ട് മുൻപുള്ള അക്ഷരത്തിന് ഫതഹ് വരികയും ചെയ്തതോടുകൂടി നമുക്കവിടെ തഫ്ഹീം ചെയ്യാൻ പറ്റി. ഇനി അടുത്തത്, താഴെ പദങ്ങളിൽ റായിന് തർക്കീഖാണ്. കാരണം പറയുക. ഫസ്ബിർ, എന്തുകൊണ്ടാണ്? റായിന് സുക്കൂനാണ്, അതിന് തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് കിസ്റാണ്, അതിനുശേഷം ഇസ്തിഅ്ലാഇൻ്റെ അക്ഷരം ഇല്ലായും താനും. അതുകൊണ്ടാണ് നമുക്ക് അവിടെ തർക്കീഖ് ചെയ്യാൻ പറ്റുന്നത്. അടുത്തത് ബസീർ, അവിടെ എന്താണ്? റായിന് മുൻപ് സുക്കൂനുള്ള യാ വന്നിട്ടുണ്ട്, അതിന് മുൻപാണെങ്കിൽ കിസറുള്ള അക്ഷരവുമാണ് വന്നിരിക്കുന്നത്. റായിന് മുമ്പ് സുക്കൂനുള്ള യാ വന്നിട്ടുണ്ട്, അതുമാത്രമല്ല റായിൽ വഖഫ് ചെയ്യുകയും ആണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവിടെ നമുക്ക് തർക്കീഖ് ചെയ്യാൻ പറ്റിയത്. അടുത്തത് ദിക്ർ, അവിടെ എന്താണ്? റായിന് മുമ്പുള്ള അക്ഷരം യാ അല്ലാത്ത സുക്കൂനുള്ളതോടുകൂടി അതിന് മുമ്പുള്ള അക്ഷരത്തിന് കിസ്റാണ്. അതുകൊണ്ടാണ് നമുക്ക് അവിടെ തർക്കീഖ് ചെയ്യാൻ പറ്റിയത്. അതുമാത്രമല്ല റായിൽ വഖഫ് ചെയ്യുകയുമാണ്. അടുത്തത് മിരിയ, ഇവിടെ റാ സുക്കൂനുള്ളതാണ്, അതിന് മുൻപുള്ള അക്ഷരം കിസ്റാണ്. എന്നാൽ റായിന് ശേഷം ഇസ്തിഅ്ലാഇൻ്റെ അക്ഷരം വന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് തർക്കീഖ് ചെയ്യാം. അപ്പോൾ പാഠഭാഗം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, പറഞ്ഞു തരാം. കുറച്ച് കാര്യങ്ങളും കൂടി ഇതിനോടൊപ്പം ചേർക്കാം, നിങ്ങളൊന്ന് വായിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു പാഠവുമായി കാണും വരെ മഅസ്സലാമ.